നാഷണൽ ഹെറാൾഡ് കേസിലെ കോടതി ഉത്തരവ് ആയുധമാക്കി കോൺഗ്രസ്. ചർച്ചയാവശ്യപ്പെട്ട് കോൺഗ്രസ് ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. പാർലമെന്റ് കവാടത്തിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. ശശി തരൂരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കുറ്റപത്രം റദ്ദാക്കിയത് മോദിയുടെയും അമിത്ഷായുടെയും മുഖത്തേറ്റ അടിയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ സർക്കാർ ദുരുപയോഗം ചെയ്തെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ആരോപിച്ചു. BJP ഗവൺമെന്റ് EDയെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തെ, കോൺഗ്രസ് അധ്യക്ഷനെ എങ്ങനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഉണ്ടാക്കിയ പ്രതീതി എന്താണ്? രാഹുൽ ഗാന്ധി എന്തോ കുറ്റം ചെയ്തു, സോണിയാഗാന്ധിയെ അപമാനിക്കുകയായിരുന്നല്ലേ. ഇത് സത്യത്തില് EDയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്തേറ്റ അവരുടെ ഈ നടപടികൾക്കെതിരെ കനത്ത പ്രഹരമാണെന്നുള്ള കാര്യം സംശയം. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ ഇതാണ് KC വേണുഗോപാലിന്റെ പ്രതികരണമാണല്ലോ. ഭരണപക്ഷത്തിനേറ്റ തിരിച്ചടി, മുഖത്തേറ്റ അടി എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ തീരുമാനത്തെ പറ്റി പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഇന്നിപ്പോൾ സത്യമേവ ജയതേ എന്ന ബാനർ പിടിച്ചുകൊണ്ടാണ് പാർലമെന്റ് കവാടത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഈ നാഷണൽ ഹെറാൾഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ചത്. അതായത് നാഷണൽ ഹെറാൾഡ് കേസിന്റെ കുറ്റപത്രം തള്ളിയ കോടതി വിധി വളരെ സ്വാഗതം ചെയ്യുന്നു. അത് വലിയ ഊർജ്ജം കോൺഗ്രസ് നൽകിയിരിക്കുന്നു. കാരണം പല ഘട്ടങ്ങളിലും ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പ്രതിപ്പെട്ടിട്ടുള്ള കേസായതുകൊണ്ട് നിരന്തരം BJP ആക്രമണം ഉന്നയിച്ചിരുന്നു. ആ കേസാണ് ഇന്നലെ, അതിന്റെ FIR ആണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി തള്ളുന്ന സാഹചര്യം ഉണ്ടായത്, കുറ്റപത്രം തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് വലിയ തരത്തിൽ കോൺഗ്രസ് പ്രചാരണമാക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നടപടി എന്ന് പറയുന്നത് മോദിക്കും അമിത്ഷായ്ക്കും മുഖത്തേറ്റ അടിയാണ് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മോദിയും അമിത്ഷയും രാജിവെക്കണം എന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിന് പ്രതിഷേധവും ഉണ്ടായി. പാർലമെന്റ് അകത്താണെങ്കിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി, അതോടൊപ്പം പാർലമെന്റ് അകത്ത് പ്രതിഷേധം നടന്നു, പാർലമെന്റ് പുറത്ത് പ്രതിഷേധം നടന്നു. വരും ദിവസങ്ങളിലും ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ നേടും, അല്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം ശക്തമാക്കും എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. വിവിധ ഇടങ്ങളിൽ ഇന്നിപ്പോൾ ദില്ലി BCC ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അത്തരത്തിൽ രാജ്യവ്യാപകമായി തന്നെ ഈ വിഷയം കേന്ദ്ര സർക്കാരിനെ, പ്രത്യേകിച്ച് പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി CBI, ED അടക്കമുള്ള ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ്, നിരന്തരം ആക്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾ എന്നൊക്കെ കൃത്യമായി തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇന്നിപ്പോൾ ആരോപണമായി ഉന്നയിക്കുന്നു. ഈ വിഷയം വലിയ പ്രചാരണം നൽകിക്കൊണ്ട് അത്തരത്തിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ മനു അഭിഷേക് സിംഗ് അടക്കമുള്ള നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുകയും ഈ വിഷയത്തിൽ നിലപാട്